ശ്രീ സജിൻ, താങ്കൾ അന്ന് ആ ദുരന്തം നടന്ന ദിവസം ഷാരോണിനൊപ്പം ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയ ആളാണ്. തിരിച്ചു വന്നതും താങ്കളുടെ കൂടെയാണ്. തിരിച്ച് ഇറങ്ങുമ്പോൾ തന്നെ ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു ഷാരോൺ. അതിൽ തന്നെ പച്ച നിറം കണ്ടിരുന്നു. താങ്കൾ പറഞ്ഞതും താങ്കൾ ഈ കണ്ട കാഴ്ചയും താങ്കളുടെ സാക്ഷിമൊഴിയും ഈ കേസിൽ നിർണായകമായി. ആ ദിവസത്തെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? സാർ, അത് എൻ്റെ ഫ്രണ്ടായ രജിനാണ് കൂടെ പോയത്. രജിനാണ്, ചേട്ടൻ്റെ കസിനാണ്. എൻ്റെ പേര് സജിൻ എന്നാണ്. രജിനാണ് കൂടെ പോയത്. അത് ഞാൻ ഈ കേസിൽ മൂന്നാമത്തെ സാക്ഷിയാണ്. ഈ സജിൻ പറഞ്ഞ സാക്ഷിമൊഴി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നപ്പോൾ ഗ്രീഷ്മേനെ കോണ്ടാക്ട് ചെയ്യുന്നതും പിന്നെ രജിനെ കോണ്ടാക്ട് ചെയ്തത് ഞാനാണ്. നിങ്ങൾക്ക് ആദ്യം തോന്നിയത് ചില സംശയങ്ങളാണല്ലോ. ആ സംശയങ്ങളാണ് ഒരു ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ക്രൈമിലേക്ക് വന്നത്. അതെ, പറഞ്ഞോളൂ. അതെ 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 അതായത് ഹോസ്പിറ്റലിൽ ഇരുന്ന സമയത്ത് ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞിരുന്നു എന്തോ വിഷാംശം ഉള്ളിൽ പോയിട്ടുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞതിനനുസരിച്ച് ഞാൻ രജിനെ വിളിക്കുകയുണ്ടായി. രജിനാണ് എന്നോട് പറഞ്ഞത് ഇന്നതുപോലെ ഗ്രീഷ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നുവെന്നും അവിടെ നിന്ന് കഷായം കുടിച്ചുവെന്നും വൊമിറ്റ് ചെയ്ത കാര്യങ്ങളും ഇതിനെക്കുറിച്ച് പറഞ്ഞത്. സോ ഞാൻ അപ്പം തന്നെ ഗ്രീഷ്മേനെ വിളിക്കുകയുണ്ടായി. സോ ഗ്രീഷ്മ എന്നോട് ഈ കാര്യങ്ങളാണ് ആവർത്തിച്ചത്. സോ ഞാൻ ഉടനെ തന്നെ ഞാൻ ഷിമോൻ ചേട്ടനെ അറിയിക്കുകയും പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഡോക്ടേഴ്സിനെ അറിയിക്കുകയും പിന്നെയാണ് ഡോക്ടേഴ്സ് ഈ കാര്യങ്ങൾ അറിയുന്നതും പോലീസുകാർ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതും. അല്ല, ഇന്നിപ്പോൾ കോടതി തന്നെയും ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ട്. സജിൻ, ഈ ഷാരോൺ ഒരു ഘട്ടത്തിലും ഗ്രീഷ്മ എന്നെ അപായപ്പെടുത്തി എന്ന് ചിന്തിച്ചില്ലേ? അതോ ഗ്രീഷ്മ പ്രതിയാവണ്ട, കുറ്റക്കാരിയാവണ്ട, രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചു മറച്ചു വെച്ചോ? ഏതാണ് സംഭവിച്ചത്? സംഭവിച്ചത് ചേട്ടന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന്. കാരണം ഗ്രീഷ്മ സ്നേഹത്തിലാണ് ചേട്ടന് വിഷം നൽകിയത്. ചേട്ടനത് മനസ്സിലായില്ല. അവസാനം ജീവൻ നഷ്ടപ്പെടും എന്നുള്ള ഒരു അവസ്ഥയിലാണ് വലിയച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. സോ ചേട്ടൻ അവസാന നിമിഷവും ചേട്ടൻ അറിയില്ല ഗ്രീഷ്മ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ആശുപത്രിയിലൊക്കെ ആദ്യ ദിവസങ്ങളിൽ കിടക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ആകും എന്നാണ് വിചാരിച്ചത്. അതെ, അവിടെ നിന്ന് ഫ്രൂട്ട് കുടിച്ചു എന്നുള്ള ആ ഒരു രീതിയിലായിരുന്നല്ലോ. പക്ഷേ പിന്നീടാണ് ചേട്ടന് അവസാന സമയങ്ങളിലൊക്കെ ആയപ്പോഴത്തേക്കും ചേട്ടന് മനസ്സിലായത് ഇങ്ങനെ ഇപ്പോൾ കഷായം കൊടുത്തു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും ചേട്ടൻ റേഡിയോളജിസ്റ്റാണ്. സോ ചേട്ടൻ ഈ ഡയാലിസിസ് നടക്കുന്നതും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ചേട്ടൻ അവസാന നിമിഷങ്ങളിലാണ് ഇതൊക്കെ മനസ്സിലാവുന്നത്. അത് അതിൻ്റെ കുറ്റബോധം കാരണമാണ് വലിയച്ഛനോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ ആദ്യത്തെ ദിവസങ്ങളിൽ ഒപ്പം ഉണ്ടായിരുന്നോ? സജിൻ ഒപ്പം ഉണ്ടായിരുന്നോ? അതെ അതെ, ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രീഷ്മയുമായി സംസാരമൊക്കെ ഉണ്ടോ ഫോണിലൂടെ? ഞാൻ 14-ാം തീയതി ഹോസ്പിറ്റലിൽ പോയപ്പോൾ മുതലേ ഉണ്ടായിരുന്നു. അതെ അതെ, ഗ്രീഷ്മയും ഞാനും തമ്മിൽ അല്ലാതെ എനിക്കറിയാം. ഒരു വർഷമായിട്ട് ചേട്ടൻ്റെ റിലേഷനിൽ കൂടെ ഞാനും ഉണ്ടായിരുന്നു. എനിക്കും കാര്യങ്ങളൊക്കെ അറിയാം. ഇവരുടെ റിലേഷനെ കുറിച്ചായാലും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഇവർ ഒരുമിച്ച് പോകുന്നതും എല്ലാം ഞാൻ കാണാറുണ്ട്.